ഇതുവരെയായിട്ടും എൻ്റെ ഫേസ് വെളിയിൽ കാണിച്ചിട്ടില്ല. കാരണം ഞാൻ നാറാവുന്നതിന് പരമാവധി ഇപ്പോ ഈ രേണുസുതി എന്ന് പറയുന്ന വിവരം കെട്ടവള് നാട്ടിച്ചിട്ടുണ്ട്. അവസാനം വീണ ചേച്ചി രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ്. അതായത് നാണം കെടുത്തി നാറാണക്കല്ലെടുത്ത് എന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ രേഷ്മ തങ്കച്ചനാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ചേച്ചി വന്നിട്ടുള്ളത്. എന്താണ് ഇവ രാവിലെ തന്നെ തലയെക്കെട്ടും കണ്ണാടയിട്ട് കുണയ്ക്കാൻ വന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. മുടി നല്ലപോലെ രാവിലെ നീച്ചെനിക്ക് നിൽക്കില്ല. പിന്നെ ശബ്ദം ഒന്ന് മമ്മൂട്ടിയാക്കും. ബിലാല സോറി, വിഷയത്തിൽ നിന്ന് വഴുതി മാറണ്ട. നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് രേണു അല്ലെങ്കിൽ രേഷ്മ തങ്കപ്പൻ തുറന്നു പറയുന്ന ഒരു കാര്യം, ഞാൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പേര് ബിനു എന്ന് തന്നെയാണ് എന്നാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. ഇവര് രണ്ടുപേരും എന്താണ് ഏതാണ് സുധിയുടെ എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലെ. ഇനി എത്ര മൂടി വെച്ചാലും സത്യം പുറത്തേക്ക് വരുമെന്ന് ഉറപ്പല്ലേ. അതാണ് കാണാം. ഈ ബ്ലോഗർമാരെന്ന് പറയുന്ന ഈ വ്യക്തികൾ, ഇവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല, ഇവരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ മുൻ ഭർത്താവ് എന്ന് പറഞ്ഞ ആളുമായിട്ട് എനിക്ക് പ്രശ്നമില്ല, ആൾക്കും എനിക്ക് പ്രശ്നം. പറഞ്ഞു കഴിഞ്ഞല്ലോ, ഓരോരുത്തർ പോയപ്പോൾ അവർ ആട്ടിവിടുക ചെയ്തെന്നാണ് ചേച്ചി പറഞ്ഞത് അല്ലേ? അങ്ങനെ തന്നെയാണ്, എനിക്കും അങ്ങനെ തന്നെയാണ് റിപ്പോർട്ട് കിട്ടിയത്. പോയി അങ്ങനെ ഒരു നല്ല മനുഷ്യനോ അങ്ങനെ ആയിരിക്കും, നമുക്ക് അറിയില്ല. അതുകൊണ്ടായിരിക്കും അങ്ങനെ താല്പര്യമില്ല എന്നെ കുറിച്ച്. കാരണം അങ്ങനെ ഞാൻ ഒരു പ്രശ്നമില്ല. ഓക്കെ ഈ വ്ളോഗർമാരുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ ബ്ലോഗർമാർ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു. ഞാൻ എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ. അതായത് എന്നെ ആദ്യ വിവാഹം കഴിച്ച ആൾക്ക് യാതൊരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾക്കാണ് പ്രശ്നം. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം? നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ഇന്റർവ്യൂവർ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾ പണം വാങ്ങി ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കൊടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ വരുന്നു, ഞങ്ങൾ നോക്കുന്നു. അത്രേ ഉള്ളൂ ചാച്ചി. അത് തുടർന്ന് പറഞ്ഞാട്ടെ. ഒരു മാസത്തിൽ താഴെ മാത്രം ജീവിച്ചു, താല്പര്യമില്ല, മാറി, അത്രേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. ഏതൊരു എന്താ പറയാ, ഏതൊരു വേർപിരിയലിന്റെയും ഭാഗമായിട്ട് വേർപിരിഞ്ഞു എന്നുള്ളത്. വിവാഹം കഴിച്ചിട്ടില്ലല്ലോ അല്ലെ? അതല്ല ഞാൻ ഈ പറയുന്നത്. നമ്മൾ ഒരു പള്ളിയിൽ വിവാഹം ചെയ്ത നമ്മള് രജിസ്റ്റർ മാരേജ് ഒരാഴ്ചക്കുള്ളിൽ ചെയ്യണം, ഭാര്യയും ഭർത്താവും. പക്ഷെ അതുപോലും ഇല്ല. പള്ളിയിൽ പെന്തിക്കോസ്ത് പള്ളിയിൽ ഒപ്പിടണമായിരുന്നു. അപ്പം കൈ പിടിക്കാന്നാണ് വിവാഹം എന്ന് പറയുന്നത്, ഇവരുടെ കൈ. അപ്പം ഇത് കഴിഞ്ഞാൽ ഒപ്പിടുന്ന ഭർത്താവിന്റെ പേരാണ്. ഞാൻ എന്റെ ഇവിടെ ഈ സംശയമുള്ളവർ ചെന്ന് പള്ളിയിൽ ചെന്ന് ചോദിച്ചോളൂ, നോക്കിക്കോളൂ. ഞാൻ എന്റെ പപ്പായുടെ പേര് തന്നെയാണ് ഇട്ടത്. എനിക്കറിയായിരുന്നു ഈ ബന്ധം നിലനിൽക്കത്തില്ലെന്ന്. എനിക്ക് നേരത്തെ അറിയായിരുന്നു, പുള്ളിക്കും അറിയാമെന്ന് തോന്നുന്നു. സെറ്റ് ആകത്തില്ലായിരുന്നു. സെറ്റ് ആവില്ല എന്നാ. അപ്പൊ നിങ്ങൾ പ്രേമിച്ചിട്ടാണോ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ വീട്ടുകാർ ഉറപ്പിച്ച കല്യാണമാണോ? എനിക്ക് മനസ്സിലാവുക എന്നിട്ട് ചോദിക്കുക. സെറ്റ് ആവൂല എന്നുണ്ടെങ്കിൽ ഇത് കല്യാണത്തിലേക്കും കൈ പിടിച്ചു പോണ ബന്ധത്തിലേക്കൊന്നും പോവില്ലല്ലോ രേഷ്മ തങ്കച്ചന്റെ പേരാണ് അവിടെ എഴുതിയത് പോലും. വെറുതെ അല്ല ഫസ്റ്റ് കല്യാണം മൂഞ്ചി പോയത്. കൊള്ളം. നമ്മളെ നാട്ടിലൊക്കെ സാധാരണ നിലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടാലാണ് കല്യാണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കില്ല. ഇവിടെ രജിസ്ട്രേഷൻ പോലും ചെയ്തിട്ടില്ല, കല്യാണം കഴിഞ്ഞു. 1 മാസമോ 2 മാസമോ നീണ്ടു നിന്നു. അതുവരെ ആ ബന്ധം നിലനിൽക്കുമോ നോക്കി, നിലനിൽന്നില്ല, ഒഴിവാക്കി. കൊള്ളാം. ഇതായിരുന്നു ഫസ്റ്റ് കല്യാണത്തിന്റെ എക്സ്പ്ലനേഷൻ. കിട്ടിയല്ലോ, അത് കണ്ടല്ലോ, കേട്ടല്ലോ, സന്തോഷായി. ഒരു വ്യക്തി എന്നെ ബന്ധപ്പെടുകയുണ്ടായി. വീണ എസ് പിള്ള എന്നാണ് ആ വ്യക്തിയുടെ പേര്. അറിയാമോ? അറിയില്ല. നേരിട്ട് എനിക്ക് ആരെ അറിയില്ല, കേട്ടിട്ടുണ്ട്. എനിക്ക് ആ പേര് ഞാൻ പറയുന്നത് എനിക്കറിയാം. സുധിച്ചേട്ടൻ പറഞ്ഞ പോലെ അറിയില്ല. സുധിച്ചേട്ടൻ പറഞ്ഞറിയാം, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതൊരു കള്ളമല്ലേ ചേച്ചി? സുധിച്ചേട്ടൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അവരെ നേരിട്ട് എനിക്കൊരു ബന്ധമില്ല, പരിചയമില്ല. ഞാൻ എന്തിനാണ് അറിയാത്ത കാര്യങ്ങൾ ഞാനെന്തിനാ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നത്? വീട്ടില് ചോരുന്നുണ്ടോ? ഭയങ്കര ചോരല, മഴ പുറത്ത് പെയ്യുന്നേക്കാൾ കൂടുതൽ ഉള്ളിൽ പെയ്യുന്നത് പോലെയാണെന്നാ പറഞ്ഞത്. ചോരുന്നുണ്ട് എന്നുള്ളത് ചാറ്റിലടിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. വെറുതെ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞിട്ട്. ഇപ്പൊ വീണ എസ് പിള്ളയെ അറിയ പോലും ഇല്ല. ഈ വീണ എസ് പിള്ളയുടെ ഭർത്താവായിരുന്നു ഈ കൊല്ലസുതി. ആ ഒരു ബന്ധം നിലനിൽക്കുന്ന സമയത്താണ് കൊല്ലസുതിയുമായിട്ട് നിങ്ങൾ ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെയാണ് വീണ ചേച്ചി പറയുന്നത്. വീണ ചേച്ചി പറയുന്നതൊന്ന് കേൾക്കാം. കൊണ്ടുവന്നതും ഈ രേണുസുതി തന്നെയാണ്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സിനോടും അതുപോലെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോടും ഒക്കെ എന്നെക്കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ ഇടയായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വോയിസ് മാത്രമായിട്ട് വന്നത്. വീണ ചേച്ചി പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ രേണുവിന് ഒരു പിടുത്തമില്ല കേട്ടോ. വീണ ചേച്ചിയെ കുറിച്ച് ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, ഒരു അപരാധം പോലും പറഞ്ഞിട്ടുണ്ടാക്കില്ല എന്നാ പറയുന്നത്. പക്ഷെ വീണ ചേച്ചി രംഗപ്രവേശനം നടത്താനുള്ള കാരണം വീണ ചേച്ചിയുടെ സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും ഈ രേണു എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ എന്തൊക്കെയോ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണെന്നാ പറയുന്നത്. ഒരു ബന്ധവുമില്ലാത്ത ആളെ കുറിച്ചിട്ട് ഒന്നും പറയൂല, ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ അതേ ചാച്ചി, അതേ രേഷ്മ ചേച്ചി തന്നെയാണ് ഇവരെ കുറിച്ച് അതും പറഞ്ഞെന്നാണ് വീണ പറയുന്നത്. എനിക്ക് ഒരു വ്യക്തിപരമായിട്ട് എനിക്കറിയില്ല, സംസാരിച്ചിട്ട് പോലും ഇല്ലെന്ന് എനിക്കൊരു വ്യക്തിയെ അറിയത്തില്ല. മെസ്സേജ് പണ്ട് മെസ്സഞ്ചറിലൊക്കെ അയച്ചിട്ടുണ്ട് അവര്. പണ്ട് മെസ്സേഞ്ചറിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അത് പരിചയമില്ലാത്ത ആളാണെന്നാണോ? എന്താണ് എന്റെ രേഷ്മ, വാ തുറന്ന നുണയല്ലാതെ വേറെ ഒന്നും പറയുന്നില്ലല്ലേ? ഫുള്ള് നുണയാണല്ലോ പറയണത്. ഇവിടെ ഇപ്പൊ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം അങ്ങോട്ട് സമ്മതിക്കുക, എന്റെ വിവാഹം കഴിഞ്ഞതാ, അതോ
ലീഗൽ ഒന്നുമല്ല. ഒരു മാസം അതിൻ്റെ ഉള്ളിൽ ആ പരിപാടി ഉണ്ട് അവസാനിച്ച് ഒഴിവായി പോയി. ആദ്യം തന്നെ അറിയായിരുന്നു ഞങ്ങൾ സെറ്റ് ആവില്ല എന്നുള്ളത്. ആദ്യം തന്നെ അറിയില്ലെങ്കിൽ ആ സെറ്റ് ആവില്ലെങ്കിൽ അവിടെ പോവാതിരിക്കുക വേണ്ടത്. വീണ ചേച്ചി ഇതിനുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു 3 വർഷത്തിന് മുമ്പ് പുള്ളിക്കാരി ഞാൻ മെസ്സഞ്ചറിൽ കോൾ ചെയ്തു. ആദ്യം മെസ്സേജ് അയച്ചു, അപ്പോൾ പിന്നെ ഞാൻ കോൾ ചെയ്തു. ശരിയാണ്, ഞാനാണ് പുള്ളിക്കാരി ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നീ സുധിയോട് പറഞ്ഞത് മനസ്സിലാക്കിയേക്കണമെന്ന് പറഞ്ഞു. നല്ല മര്യാദയായിട്ട് തന്നെയാണ് എന്നോട് പുള്ളിക്കാരത്തി ബിഹേവ് ചെയ്തത്. നല്ല മര്യാദയായിട്ടാണ് അന്ന് ബിഹേവ് ചെയ്തത്. പക്ഷെ ഇന്ന് മര്യാദ ഒക്കെ എവിടെയോ പോയി. ആ മഴയത്ത് ഒലിച്ചു പോയതാവും വീട് ചോരുമ്പോളേ. എന്താ എന്റെ രേഷ്മ തങ്കച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോ കറക്റ്റ് പറയണ്ടേ. എന്താല്ലേ ഇവർ അങ്ങോട്ടും കൊണ്ട് സംസാരിച്ചിട്ടുണ്ട്, എന്നിട്ട് പോലും രേഷ്മയ്ക്ക് ആളറിയില്ല പോലും. കൊള്ളാം തുടർന്ന് കേക്കാവേ. വീണ എസ് നായർ എന്ന് പറയുന്ന എന്നെ വിളിച്ച സുധിച്ചേട്ടന്റെ 2ാം ഭാര്യ എന്ന് അവകാശപ്പെടുന്ന സ്ത്രീ, എനിക്ക് ആ സ്ത്രീ സുധിച്ചേട്ടന്റെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അറിയില്ല. എനിക്ക് ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. അവർ ഒരു ഫോട്ടോസ് പോലും ഞാൻ ഇവരെ കണ്ടിട്ടില്ല. സുധിച്ചേട്ടന്റെ 2ാം വൈഫാണെന്ന് എനിക്കറിയില്ല, എനിക്കറിയില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. ഇപ്പോഴും ഞാൻ പറയാം എനിക്ക് അറിയത്തില്ല ഡീറ്റെയിൽ. എന്താ സുധിച്ചേട്ടന്റെ 2ാം വൈഫാണെന്ന് അറിയില്ല? അവരുമായി ബന്ധമുള്ള സമയത്തല്ലേ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്ന ഈ കൊല്ലം സുധിയുമായിട്ട്? ഇവര് എപ്പോഴെപ്പോഴും വാക്ക് മാറ്റി പറയാ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളിയോ വെച്ചടി കയറ്റായിരിക്കും കേട്ടോ. വീണ ചേച്ചി ഈ ഒരു കാര്യത്തിനുള്ള മറുപടി തരുന്നുണ്ട്. ഞാൻ ഈ രേണു സുധീനെ ഒരു 3 വർഷം മുമ്പേ വിളിച്ചിരുന്നു. അത് വേറൊരു ഇഷ്യൂസ് പറയാൻ വേണ്ടിയിട്ടാണ്, ഒരു പേഴ്സണൽ ഇഷ്യൂസ് ആണ്. അപ്പോൾ സുധിയോടൊന്ന് സംസാരിച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇവള് നല്ല മാന്യമായിട്ടാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അവള് ഈ 2 ദിവസം മുമ്പുള്ള ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൾക്ക് കുണുക്കുണുക്കുണാ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞേ, എന്നെ കുറിച്ച് അവൾക്ക് ഒന്നുമേ അറിയില്ലാന്ന്, പച്ചക്കള്ളം. ഇവര് കണ്ടു, സംസാരിച്ചു, മെസ്സേജ് അയച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഇതാ വീണ ചേച്ചി ലൈവിൽ വന്ന് പറയുന്നു. നിങ്ങൾ പണം വാങ്ങിക്കൊണ്ട് ചെയ്യുന്ന ആ ഫേക്ക് ഇന്റർവ്യൂ പോലെയല്ല ഇത്. ഇയാള് കാര്യമായിട്ട് കാര്യം വന്ന് പറയുന്നത്, എന്നെ രേഷ്മയ്ക്കറിയാം, രേണു സുധിക്കറിയാം, അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇതാണോ അതാണോ വിശ്വസിക്കേണ്ടത്? കുറെ കാലങ്ങളായിട്ട് രേണുവിന്റെ നുണകൾ കേൾക്കുന്നത് കൊണ്ട് തൽക്കാലം നമുക്ക് വീണ ചേച്ചി പറഞ്ഞത് തന്നെ വിശ്വസിക്കാം. അടുത്ത് രേണുവിന് പറയാനുള്ളത് കേൾക്കാം. എന്നോട് വീണ എസ് നായർ എന്ന് പറയുന്നത്, വീണ എസ് പിള്ള എന്ന് പറയുന്ന സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കിച്ചുവിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ ആ കാര്യം പറഞ്ഞ് നമ്മുടെ രേണു ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? മെസ്സേജ് അയച്ചിട്ടുണ്ടോ? അതായത് മെസ്സേജ് അയക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അതായത് ഒരു കാര്യം കൃത്യമായിട്ട് ഞാൻ പറയാം, ഒരു ഡീറ്റെയിൽ പറയാം. ഒരു കല്യാണത്തിൽ വെച്ച് വീണ എസ് പിള്ള ചേച്ചിയോ അവരെന്നെക്കാളും മൂത്താണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല, എന്നെ ചേച്ചിയാണ് വിളിച്ചത്. അല്ല, വാവ്, അതുകൊണ്ട് പുറത്തു വരട്ടെ ആ സാധനം. ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കട്ടാ. ചേച്ചിന്ന് വിളിച്ചു, അവരെന്നെക്കാളും മൂത്തത്. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാലേ അല്ലെ? പ്രായം അറിയാം, പേരറിയാം. പറയില്ല പേര് ഞാൻ, എന്നാലും ഞാൻ പറയില്ല. ഞങ്ങളൊരു ബന്ധുവില്ല. കൊല്ലസുധിയുടെ രണ്ടാമത്തെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. പക്ഷെ പ്രായം കൊണ്ട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എല്ലാം കൊള്ളു അല്ലേ? വീണ ചേച്ചി വീണ്ടും പറയുന്നു, എന്താ വെച്ചാൽ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കിച്ചുവിനെ കണ്ടതും അത് ചേച്ചി പറഞ്ഞ കേൾക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പുള്ളിക്കാരത്തിയെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. ഞാൻ പറയാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിന്നെ ആലപ്പുഴ ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. പുള്ളിക്കാരത്തിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഒരു കല്യാണത്തിന് കിച്ചു കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ വെച്ചിട്ട്? നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെന്നിട്ട് എന്താ അവൻ എന്നോടൊന്നും മിണ്ടാഞ്ഞ്. ഇന്ന് ഞാൻ പുള്ളിക്കാരത്തി ചോദിച്ചു, പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടായത് കൊണ്ടായിരിക്കാം മിണ്ടാത്തതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനിപ്പം കാറ്ററിംഗ് സർവീസിന് പോകുന്നു, അല്ല അവൻ പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് എന്ന് ഇവൾ എന്നോട് പറഞ്ഞതാണ്. ഇവൾ എന്നോട് പറഞ്ഞത് മീൻസ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളെ ഞങ്ങൾക്കറിയില്ല കേട്ടോ. ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. നിങ്ങൾ എന്നെ കോണ്ടാക്ട് പോലും ചെയ്തിട്ടില്ല. നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളുടെ പേര് ഞാൻ പറയില്ല. പക്ഷെ കിച്ചുവിന്റെ ഒപ്പം ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ എവിടെയും പറയില്ല. കൊള്ളാം രേണു, കൊള്ളാം. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പൊളിഞ്ഞ് താഴോട്ട് വീഴാണ്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാതിരുന്നാൽ തന്നെ നിങ്ങൾ ഏറി നിന്ന് താഴോട്ട് ഇറങ്ങുള്ളൂ. അല്ലെങ്കിൽ മൂഞ്ചുവേ, അടിപൊളിയായിട്ട് മൂഞ്ചു. ചേച്ചിന്നല്ല രേണു എന്നാണോ? ഞാൻ ചേച്ചിന്നാണല്ലോ വിളിക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഓർക്കുന്നില്ല. അല്ല, അപ്പം സ്വാഭാവികമായിട്ടും എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് കിച്ചുവിനെ ഒരു കല്യാണത്തിൽ വെച്ച് കാണുകയും ആ സമയത്ത് എന്നോട് പറയുന്നത് എനിക്കറിയില്ല. അല്ല ഞാൻ ചോദിക്കുകയാണ്, ആ കല്യാണത്തിൽ വെച്ച് കാണുകയും ചേച്ചി കിച്ചു കാണുകയും, പക്ഷെ കിച്ചു ആ സമയത്ത് കേറ്ററിംഗിന്റെ എന്തോ ഒരു അവൻ കണ്ട അവനല്ലേ അറിയത്തുള്ളൂ ജോലി. പക്ഷേ ചേച്ചി അത് അറിഞ്ഞിരുന്നു. ചേച്ചി അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാത്ത കാര്യം ചോദിച്ചപ്പോൾ അതിന് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ ചേച്ചിയായിരുന്നു എന്നൊക്കെ രീതിയിലോട് പറഞ്ഞു. അറിയില്ല, അത്രേ ഉള്ളൂ. പറഞ്ഞാണ് എനിക്ക് അറിയില്ലടാ. 2-3 വർഷത്തെ കാര്യമായിരിക്കും പറയുന്നത്, എനിക്ക് അറിയില്ല. 2-3 വർഷത്തെ കാര്യവും പറയണ്ടവ എനിക്കറിയില്ല.
ഈ ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ കല്ല് വെച്ച നുണയാണ് രേണു ഇവിടെ പറയുന്നത്, കൃത്യമായിട്ട് അടിവരയിട്ട് പറയാണ്. ഒരാളൊരു ലൈവിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ അയാൾ മുഖം കാണിക്കാതെ എത്രയും നാൾ ഒളിഞ്ഞിരുന്ന് ഇപ്പൊ മുഖം കാണിക്കണമെങ്കിൽ, ഒളിഞ്ഞിരുന്നതല്ല, അവര് മുഖം കാണിച്ച് ഫാമിലിയെ കൂടി നാണം കെടുത്തണ്ടെന്നുള്ള രീതിയിലായിരുന്നു. ഇപ്പൊ അവര് പറയുമ്പോ സഹി കെട്ടുകൊണ്ട് അവര് സത്യം പറയുമ്പോ, രേണു ഇത്രയും നാള് പറഞ്ഞ ഈ നുണകളെ വെച്ച് നോക്കുമ്പോ ഇത് നുണയായിട്ട് എനിക്ക് തോന്നുക കേട്ടാ. നമുക്ക് വീണ ചേച്ചി പറയുന്ന അതിന്റെ മറുപടി ഒന്ന് കേൾക്കാം. പിന്നെ നെക്സ്റ്റ് എന്നോട് സംസാരിച്ച കിച്ചുവിനെ കുറിച്ചിട്ടാണ്. മീൻസ് ഞങ്ങളുടെ ലൈഫ് കിച്ചു കാരണം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സുധിക്ക് കിച്ചുവിനോടാണ് സ്നേഹം. പിന്നെ എന്നെ മൈൻഡ് ചെയ്യാറില്ല. കിച്ചു സുധി ഫ്രീ ആയിട്ട് വന്നാൽ കൂടി കിച്ചുവിൻ്റെ പുറകെയാണ് എന്നൊക്കെ ഇവിടെ കുറേ ബാഡായിട്ട് കിച്ചുവിനെ കുറിച്ച് കുറേ ബാഡായിട്ട് എന്നോട് സംസാരിച്ചു. കുറേ നല്ല ബാഡായിട്ട് സംസാരിച്ചു. ഇതൊന്നും ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല ഇതുവരെ. ഓഹോ, അങ്ങനെ ഒരു കാര്യം കൂടി നടന്നിട്ടുണ്ടോ? കിച്ചുവിന്റെ കൂടെയാണ് ഫുൾ ടൈം എന്ന് പറയുമ്പോ കിച്ചു അയാളുടെ ആദ്യ മകനാണ്. ആ ഒരു മകനുമായിട്ടുള്ള ആ ഒരു ബന്ധം, ആ ആത്മബന്ധം ഞങ്ങള് അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകളിലൂടെ മനസ്സിലാക്കിയതാണ്. അദ്ദേഹം അമ്പലപ്പറമ്പുകളിൽ ഓരോ മിമിക്രി പരിപാടി അവതരിപ്പിക്കാൻ പോകുമ്പോൾ സ്വന്തം മകനെ അസീസ് നോക്കിയ കഥയും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അത്രത്തോളം സ്നേഹം എന്തായാലും എനിക്ക് തോന്നുന്നില്ല രേണുവിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അദ്ദേഹം ആ ഒരു കുഞ്ഞിനെ സ്നേഹിച്ച പോലെ മറ്റാരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ കൊല്ലം സുധിയെ പോലും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ കിച്ചുവിന്റെ കൂടെ നിൽക്കുന്നത് കേട്ടോ. മനസ്സിലാക്കിയാൽ കൊള്ളാം. എന്നിട്ട് ആ ഒരു കുട്ടിയെ വെറുതെ അല്ല അവൻ തിരിച്ചാ വീട്ടിലോട്ട് വരാത്തത്. പിന്നെ ഞാൻ എങ്ങനെയാണ് അറിയുന്നത്? സുധിച്ചേട്ടൻ ബിനുവിന്റെ തിരക്കി പോയിട്ടുണ്ടോ എന്തെങ്കിലും? സുചേട്ടനോട് പറയുന്നതല്ലേ സുചേട്ടൻ, അതുപോലെ സുചേട്ടൻ പറഞ്ഞല്ലാതെ ഇത് കൂടുതലൊന്നും എനിക്കറിയില്ല. ഞാൻ ഇതിനാണ് അവരുടെ പേര് പൊക്കിയെടുത്ത് അവരെ കുറിച്ച് പറയുന്നത്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പേര് പൊക്കി പറയേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ സുധിച്ചേട്ടൻ ബിനുവിനെ നോക്കിയിട്ട് എവിടെയും പോയിട്ടില്ല കേട്ടാ. അപ്പൊ ആരാണ് ഭർത്താവ്? ബിനു അത് സമ്മതിച്ചു തരിക. ബിനുവിനെ കുറിച്ചിട്ട് കൊല്ലം സുധി അന്വേഷിച്ച് പോയിട്ടില്ല. കൊള്ളാം. ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ നാക്കിൽ നിന്ന് അത് വീഴാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അവസാനം നിങ്ങൾ തന്നെ പറഞ്ഞു എന്റെ ഭർത്താവിന്റെ പേര് ബിനു എന്നായിരുന്നു എന്നുള്ളത്. കൊള്ളാം. ഞാൻ സുധിയുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ രേണു സുധി എന്ന് പറയുന്ന, രേണു സുധി അല്ല രേണു, അന്ന് രേണുവായിരുന്നു, പുള്ളിക്കാരത്തി മെസ്സേജ് ഇടുകയും ഞാൻ കാണാനിടയുണ്ടാവുകയും അവൾ പറഞ്ഞെല്ലാം അവൾ ഇന്റർവ്യൂസ് ഫസ്റ്റ് മുതൽ കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഡിസംബർ 15-ാം തീയതിയാണ് ഞാൻ ഇവരെ മെസ്സേജ് ആദ്യമായിട്ട് പിടിക്കുന്നത്. നെക്സ്റ്റ് ഇയർ ഞങ്ങൾ വേർപിരിഞ്ഞു. അന്നേ സുധി ഓൾമോസ്റ്റ് എൻ്റെ മനസ്സിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നിന്നോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ നിന്നോ മരിച്ചു കഴിഞ്ഞ ഒരാളാണ്. അപ്പോൾ മരിച്ച ഒരാളെ പറ്റി എനിക്ക് കുറ്റം പറയാനായിട്ട് താല്പര്യമില്ല. ഞാനത് ചെയ്യില്ല. ഒരിക്കൽ പോലും പുള്ളിനെ വിറ്റ് ഞാൻ കാശുണ്ടാക്കിയിട്ടില്ല. ഇനി എനിക്ക് അതിനോട് താല്പര്യമില്ല. ഇവിടെ രേണു സുധി എന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ആ പേര് പോലും ഫേക്ക് ആണെന്ന് അറിഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. രേഷ്മ തങ്കച്ചൻ എന്ന പേരും അതോ കൊല്ലം സുധി അറിയണത് പോലും രജിസ്ട്രേഷന്റെ സമയത്താണെന്നാണ് അവര് പറയുന്നത്. അല്ലേ? അടിപൊളി അല്ലേ? കൊള്ള. ഓക്കെ, ഇവരൊരു ബന്ധമില്ല, ഒരു പരിചയമില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ ഭർത്താവായിരിക്കെ ആണ് കൊല്ലം സുധിയെ ഇവര് തട്ടിയെടുക്കുന്നത് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇനി രേഷ്മ തങ്കച്ചനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോളിട്ടാ. ഇന്ന് വരെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്ക് ഇന്ന് ഷെബിനെ സുധിച്ചേട്ടനുള്ളപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇവര് മെസ്സഞ്ചറിൽ ചുമ്മാ മെസ്സേജ് അയച്ചപ്പോ സുധിച്ചേട്ടൻ എന്നോട് പറഞ്ഞു വാവുട്ടെ അത് നിർത്തിക്കോണം. എന്തിനാ വാവുട്ടെ നിർത്തിക്കോണം? അന്ന് ഞാൻ ബ്ലോക്ക് ചെയ്ത, അന്ന് തന്നെ ഞാൻ ബ്ലോക്ക് ചെയ്താ. എന്ത് ഹായ് ആരാ എന്താ അന്നേരം ബ്ലോക്ക് ചെയ്ത. പിന്നെ ഞാൻ എന്തിനാണ് മെസ്സേജ് അയക്കുന്നത്? വേറൊരാളുടെ ഭർത്താവിനെ തട്ടിയെടുത്തിട്ട് അവസാനം പറയുന്ന ഡയലോഗാണ് വാവട്ടാം നീ അത് ചെയ്യരുത് കേട്ടാ. ഇത് കേട്ടപ്പോ തന്നെ ഓഹോ ആയിക്കോട്ടെ, ഞാൻ എന്തിന് മെസ്സേജ് അയക്കണം? വീണ ചേച്ചി പറയും എന്തിന് മെസ്സേജ് അയച്ചെന്നത്. രേണു സുധിക്ക് എന്നെ നന്നായിട്ട് അറിയാം. ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ രേണു സുധിക്ക് അറിയാം. രേണു സുധി അവിടെ കിടന്ന് ബബ്ബ അടിക്കുന്നത് ഞാൻ കണ്ടു മെനഞ്ഞാന്നത്തെ ഇന്റർവ്യൂവിൽ. വീണെ അറിയോ? അറിയില്ല. പക്ഷെ അവൾ എന്നെ കണ്ടിട്ടില്ല. സത്യം തന്നെയാണ്, എന്നെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരു ഐഡിയിൽ നിന്നൊരു മെസ്സേജ് ചെല്ലുമ്പോൾ, മീൻസ് ഞാനൊരു മെസ്സേജ് ഇതിനകത്തുള്ള എൻ്റെ ഒരു കൂട്ടുകാർക്ക് ഞാൻ അയക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ അവരെ നോക്കുന്നത് അവരുടെ പ്രൊഫൈലാണ് നോക്കുന്നത്. ആ പ്രൊഫൈൽ നോക്കുമ്പോൾ എൻ്റെ ഫോട്ടോസ് എന്തായാലും കാണും. അവൾ പറഞ്ഞു എന്നെ ഇതുവരെ കണ്ടിട്ടില്ല, എൻ്റെ ഫ്രണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് അല്ല, ഞാനായിട്ട് തന്നെ അവളുടെ അക്കൗണ്ടിൽ കയറിയിട്ട് ഞാൻ തന്നെയാണ് മെസ്സേജ് അയക്കുന്നത്. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഞാൻ ഈ കാര്യങ്ങൾ പറയാനല്ലാതെ രേണു സുധിക്ക് ഒരു മെസ്സേജ് പോലും ഞാൻ അയച്ചിട്ടില്ല. അവൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുണുകുണാന്ന് അവൾക്ക് മെസ്സേജ് അയക്കുന്നു എന്നാണ് അവൾ പറഞ്ഞത്. ഞാൻ ഒരു മെസ്സേജ് വെച്ചിട്ടില്ല. പിന്നെ അവളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ചിന്തിച്ച് ചെയ്യാൻ നോക്ക്. നന്നായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഫാമിലി അടിച്ച് തകർത്ത ഒരാളെ നമ്മൾ പിന്നെയും കുണുകുണ അവർക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമോ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. അവരെപ്പോഴും നമ്മുടെ ശത്രു തന്നെയായിരിക്കും. പിന്നെ എനിക്കതുകൊണ്ട് പോയത് കൊണ്ട് എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. കാരണം ആ ലൈഫ് പോയതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്. ആ ലൈഫ് പോയത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാണ് നല്ലത്. അല്ലെങ്കിൽ എന്താ ഉണ്ടാവുക അറിയോ? ഈ കണകുണ വേറെ സൈഡിൽ കൂടെ നടക്കും. അടിപൊളിയായിട്ട് പോയിരുന്ന ഒരു ലൈഫ് തല്ലി തകർത്തു എന്നാണ് വീണ പറയുന്നത്. ഇനി ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണ്ട, നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇനി രേണു പറയണ കേൾക്കട്ടെ.
എനിക്ക് എന്ത് പർപ്പസിനാണ് അവരോട് മെസ്സേജ്? ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് അവരുടെ പുറകെ നടക്കുക? എനിക്ക് എന്റെ ആവശ്യമില്ല ഷെബിനെ. ഞാൻ അവരോട് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. നല്ല സമാധാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോയിരുന്ന അവരുടെ ലൈഫ് മോചിപ്പിച്ചു എന്ന് വീണ ചേച്ചി പറയുന്നുണ്ട്. അതൊരു ദ്രോഹമല്ലല്ലോ അല്ലേ? ആയിക്കോട്ടെ. ഞാൻ അറിഞ്ഞത് വെച്ച് അവരൊരു കേസ് നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്തിട്ടുള്ളതാണ്. എനിക്കറിയത്തില്ല. നിയമ നടപടി നടക്കട്ടെ. അല്ല, ഇതുവരെ പോലീസിൽ നിന്ന് എനിക്കറിയത്തില്ല, ആരും വിളിച്ചിട്ടില്ല. ഓക്കെ, ഇവർക്ക് ഒരു കേസ് വന്നിട്ടില്ല എന്നാ പറയുന്നത്. വീണ ചേച്ചി കേസ് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ലെന്ന് കേട്ടോട്ടെ. ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കാവനാട് പോലീസ് സ്റ്റേഷനിൽ. ഇപ്പൊ പുള്ളിക്കാരത്തെ വിളിച്ചിട്ടുണ്ടെന്ന് സാറിനെ വിളിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ അതെന്തായെന്ന് അറിയില്ല. ഓക്കെ, ഇവര് കേസ് കൊടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധിയിൽ ഒരു കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഓരോന്ന് പറഞ്ഞു വരുന്നത്, എന്നെ ജീവിക്കാൻ വിടൂ എന്ന് പറഞ്ഞിട്ട് അത്ര അവര് ബുദ്ധിമുട്ടിച്ചത്. അതിനെതിരെയാണ് ഒരു കേസ് കൊടുത്തത്. സ്ത്രീത്വം അപമാനിച്ചു എന്തോ പറഞ്ഞിട്ടാണ് ഒരു കേസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ കേസ് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല അത് നടക്കൂല എന്നുള്ളത്. ഇപ്പൊ അതുലിന്റെ കേസ് തന്നെ കണ്ടില്ലേ? അതുലിന്റെ കേസിൽ പോലീസിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി, എന്നിട്ട് പോലും വീണ്ടും അതിലിനോട് ഹാജരാകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം. ഈ രേണുവിന്റെ അച്ഛൻ എന്ന് പറയുന്ന മനുഷ്യൻ, ഫാദർ സുധി കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ആ വീട്ടിട്ട് കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇവരൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ സുധിച്ചേട്ടനെ കണ്ടിരുന്നു, പക്ഷേ പുള്ളി ജീവിച്ചിരിപ്പില്ല എനിക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട്. തങ്കച്ചൻ എന്ന് പറയുന്ന ആ വ്യക്തി ഒരുപാട് കൊല്ലം സുധിയെ ഉപദ്രവിച്ചിരുന്നു. ഉപദ്രവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടിച്ചിരുന്നു സാമ്പത്തികമായിട്ട് എന്നാണ് പറയുന്നത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മായപ്പന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അത്യാവശ്യം നല്ല കടം വാങ്ങിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ, ഹൃദയത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇത് പഴയ ഒരു ഇന്റർവ്യൂല് കൊല്ലം സമ്മതിച്ചു തന്നതൊരു കാര്യമാണ്. അതായത് ഭാര്യയുടെ അച്ഛന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ഹൃദയ പേഷ്യന്റ് ആണ്, അതിന്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല കടം വാങ്ങിയ, മൊത്തം രേണുവിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. മദ്യപിക്കുമ്പോൾ സുചിര നിങ്ങൾ പെട്ടെന്ന് തന്നെ തട്ടിപ്പോന്നൊക്കെ നമ്മളിങ്ങനെ കോമഡിയിൽ പറയുമ്പോൾ പറയും, മക്കളെ അങ്ങനെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ കൊല്ലത്ത് തന്നെ കൊണ്ടുവന്ന് അടക്കം ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടാ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ലം സുധി പറഞ്ഞ വാക്കാണത്രേ, സ്വന്തം വീട്ടിലടക്കം ചെയ്യണം എന്നുള്ളത്. അവസാനം എന്തായി? അതും രേഷ്മ തങ്കച്ചന്റെ ഇഷ്ടപ്രകാരം തന്നെ നടന്നു. നീ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും സുധി എന്റെ ആരായിരുന്നു, സുധി ഞാൻ സുധിയുടെ ആരായിരുന്നു ലോകത്തിൽ അറിയാവുന്ന കുറച്ചെങ്കിലും വ്യക്തികളുണ്ട്. നീ തന്നെയാണ് നിന്റെ വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നതും കേൾക്കുന്നതും അവരാരും പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണെന്ന് അറിയൂ? അവർ വിഡ്ഢിയായിട്ടോ മന്ദബുദ്ധികളായിട്ടോ ഒന്നുമല്ല. നീ കളിച്ചോ, അല്ലെങ്കിൽ നിനക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ മുമ്പിൽ ഇനിയും അപഹാസ്യ കഥാപാത്രമാകാതെ നീ ചെയ്യുന്ന എന്ത് തൊഴിലാണോ അത് ചെയ്ത് നീ മുന്നോട്ട് ജീവിക്കുക. ഓൾ ദ ബെസ്റ്റ് രേണു സുധി. ഓക്കെ. ചേച്ചി എന്ത് പണിയെ കാട്ടി, അവരോട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് അത് ചേച്ചി ചോദിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാണ്. ചേച്ചി അവരാകെ ചെയ്യുന്ന ജോലി അത് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തിട്ട് പൈസ വാങ്ങി ഇന്റർവ്യൂ ഇങ്ങനെ ഇരിക്കല ഹിഹിഹിഹി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയും. ആ ഒരു വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ കോൺട്രവേഴ്സികളാവും, ആകെ പ്രശ്നങ്ങളാവും. ഇതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ അഭിനയത്തിന്റെ ABCD അവര് പഠിച്ചു വരുന്നുള്ളൂ. എന്ന് പഠിച്ചു വരാനാണ്. അപ്പോൾ അതിന് ഫീൽഡ് ഔട്ട് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ ആരാണ് വീണ എസ് പിള്ള എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ആരാണ് രേഷ്മ തങ്കച്ചൻ എന്ന് മനസ്സിലായല്ലോ, ആരാണ് കൊല്ലം സുധി എന്ന് മനസ്സിലായില്ലേ, തങ്കച്ചൻ ആരാന്ന് മനസ്സിലായില്ലേ, കിച്ചുവിന്റെ അവസ്ഥ എന്താന്ന് മനസ്സിലായില്ലേ, ഋതപ്പന്റെ അവസ്ഥ എന്താ മനസ്സിലായില്ലേ? ഇനി എന്തെങ്കിലും മനസ്സിലാവാണ്ട ഇല്ലല്ല. അപ്പൊ എന്നാ ഞാനേ പോയിട്ടെ പല്ലിച്ച് ചായ എടുക്കട്ടെ. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.